എൻ്റെ കസ്റ്റമർക്ക് ഒരു ഫീഡിങ് ടോപ്പ് ചെയ്ത് കൊടുക്കണം. ഞാൻ നോക്കുമ്പോൾ ആണെങ്കിൽ ഫ്രണ്ടിൽ എംബ്രോയ്ഡറി ഉണ്ട്. ഈ എംബ്രോയ്ഡറി കളയാതെ എങ്ങനെ ഒരു ഫീഡിങ് ടോപ്പ് ചെയ്യുക? ഇതിൻ്റെ എംബ്രോയ്ഡറി കളയാനും പാടില്ല. ഇതിൻ്റെ ഫ്രണ്ടിലൂടെ സിബ് വെച്ച് കഴിഞ്ഞാൽ വൃത്തികേടാവുകയും ചെയ്യും. കുറേ തലപോഞ്ഞ് ആലോചിച്ചു. ഇതിൻ്റെ എംബ്രോയ്ഡറി കളയാതെ എങ്ങനെ നമുക്കൊരു ഫീഡിങ് ടോപ്പ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് ഇതിൻ്റെ എംബ്രോയ്ഡറി കളയാതെ ഇതിൻ്റെ സൈഡിൽ കൂടെ ഇൻവിസിബിൾ വെച്ച് കൊടുത്താലോ? അങ്ങനെ തീരുമാനത്തിലെത്തി. ഇത് എങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തതെന്നും ഇതിൻ്റെ ഇൻവിസിബിൾ സിബ് ഞാൻ എങ്ങനെയാണ് പിടിപ്പിച്ചു കൊടുത്തതെന്നും ഈ എംബ്രോയ്ഡറി കളയാതെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തതെന്നും നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് കരുതിയാണ് ഇന്ന് ഈ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ ഇതിൻ്റെ ഫുൾ കട്ടിങ് മുതൽ സ്റ്റിച്ചിങ് ലാസ്റ്റ് വരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ തുടങ്ങാം അല്ലേ? ഇവിടെ ഞാൻ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ഈ തുണിയില്ലേ, ആ തുണി രണ്ടായിട്ട് മടക്കിയെടുത്തു. ബാക്ക് വശവും ഫ്രണ്ട് വശം വേറെ വേറെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണേ. അതിന് ബാക്ക് വശം മുറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തുണിയുടെ രണ്ടായിട്ട് മടക്കിയെടുത്തു. ബാക്ക് വശം ഒന്ന് ആദ്യം മുറിച്ച് ഫ്രണ്ട് വശം സെപ്പറേറ്റ് മുറിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി ബാക്ക് വശത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ ഒരു ഡ്രസ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കട്ട് ചെയ്യുന്നത് പോലെ തുണി രണ്ടായിട്ട് മടക്കി ഷോൾഡർ, അതിന് ശേഷം ചെസ്റ്റ്, വേസ്റ്റ്, ആം ഹോൾ ലെങ്ത്ത് എന്നിവ കൃത്യമായി മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ? മെറ്റീരിയൽ നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്താണല്ലോ മുറിക്കുന്നത്, അതുപോലെ മെറ്റീരിയൽ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എംബ്രോയ്ഡറി വരുന്ന ഭാഗം എവിടെയാണെന്ന് ആദ്യം നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് എടുക്കാനായിട്ട്. അപ്പം ആദ്യമേ നമ്മൾ ഫ്രണ്ടിലത്തെ എംബ്രോയ്ഡറി നടുക്ക് സെൻറ്ററിൽ വരുന്ന രീതിയിൽ അതിനെ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ എംബ്രോയ്ഡറി വരുന്ന രണ്ട് സൈഡിലോട്ടും കൂടെ എംബ്രോയ്ഡറി എത്ര വരുന്നുണ്ടെന്ന് നോക്കുക. ഇവിടെ ഒരു 4.5 ഇഞ്ചിലാണ് രണ്ട് സൈഡിലേക്കും വരുന്നത്. അത് നീളത്തിൽ ഞാൻ താഴെ തൊട്ട് മേലെ വരെ ആദ്യമേ കട്ട് ചെയ്തെടുത്ത് മാറ്റി. നമ്മൾ മേൽഭാഗം മാത്രം കട്ട് ചെയ്തെടുത്ത് അവിടെ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ ലുക്ക് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പ്രിൻസസ് കട്ടിന് നമ്മൾ ചെയ്യല് 3 പീസായിട്ട് ഇതുപോലെ മേലെ മുതൽ താഴെ വരെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്ത് മുറിച്ചെടുത്ത് മാറ്റിയിരിക്കുന്നത്. ഈ മുറിച്ചെടുത്ത പീസ് ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്ത് മാറ്റുന്നത്. ഇതേപോലെ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ നമ്മുടെ എംബ്രോയ്ഡറി ഭാഗം ഉണ്ടോ, ഫ്രണ്ടിലത്തെ എംബ്രോയ്ഡറി രണ്ട് സൈഡിലേക്കും വരുന്ന രീതിയിൽ സെൻറ്ററിലായിട്ട് മടക്കിയിട്ട് ഇതേപോലെ മുറിച്ചെടുത്ത് മാറ്റി. ഇനി നമ്മൾ രണ്ടായിട്ട് ഈ മുറിച്ചെടുത്ത ഈ പീസില്ലേ, ഇതിൻ്റെ അപ്പുറത്തെയും ഇപ്പുറത്തെയും സൈഡിലേക്ക്, അതായത് ഇരുവശങ്ങളിലേക്ക് ഈ പ്ലെയിൻ തുണിയാണ് ഇനി നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഈ പ്ലെയിൻ തുണി വെക്കുന്നതിനും മുമ്പായിട്ട് എല്ലാത്തിൻ്റെയും അടിയിൽ കൂടി ലൈനിങ് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ എംബ്രോയ്ഡറി ചെയ്ത ഈ പീസിൻ്റെ സൈഡിൽ നമ്മൾ പ്ലെയിൻ പീസ് വെച്ച് കൊടുത്തില്ലേ, അതിൻ്റെ ഇടയ്ക്കൂടെ ഇതേപോലെ ഇൻവിസിബിൾ സിബ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ഇൻവിസിബിൾ സിബ് നമ്മൾ അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾക്ക് എവിടെയാണോ പോയിൻ്റ് അവിടെ മുതൽ താഴേക്ക് നമ്മൾ ഇൻവിസിബിൾ സിബ് വെച്ച് കൊടുക്കുന്നു. ഈ ഇൻവിസിബിൾ സിബും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം ആ പീസ് എടുത്ത് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷം ഇനിയാണ് നമ്മൾ ഫ്രണ്ട് പീസ് നമ്മൾ നെക്കും ഷോൾഡറും എല്ലാം കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ സാധാരണ ബാക്ക് പീസ് നമ്മൾ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തില്ലേ, ആ പീസ് എടുത്ത് ഇതിൻ്റെ മേലെ വെച്ച് എടുത്തതിന് ശേഷം നമ്മൾ ഈ അളവിൻ്റെ അനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് വന്നത്. അങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ആദ്യമേ നെക്ക് സ്റ്റിച്ച് ചെയ്തു, അതിനുശേഷം ഷോൾഡർ ടു ഷോൾഡർ ജോയിൻ ചെയ്തു, അതിനുശേഷം കൂട്ടിപ്പിടിപ്പിച്ച് അങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 3 പീസ് ലൈനിലൊക്കെ 3 പീസിൽ വരുന്നില്ലേ, ആ രീതിയിൽ നമുക്കൊരു മോഡേണായിട്ട് ഒരു ടോപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇത് കണ്ടു കഴിഞ്ഞാൽ പറയത്തുമില്ല ഇൻവിസിബിൾ സിബ് നമ്മൾ ഫീഡിങ് ടോപ്പിന് വേണ്ടിയിട്ട് ഇൻവിസിബിൾ സിബ് പിടിപ്പിച്ച് ചെയ്തിരിക്കുന്നതാണെന്ന്. ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പെർഫെക്റ്റ് ലുക്കിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ ഫീഡിങ്ങിന് വേണ്ടി സിബ് ഫ്രണ്ട് എംബ്രോയ്ഡറിയുടെ സൈഡിൽ തന്നെ ചെയ്ത് കൊടുത്താൽ, അതായത് ഫ്രണ്ടിൽ എംബ്രോയ്ഡറിയുടെ ഫ്രണ്ടിൽ നടുക്കൂടെ നമ്മൾ പണ്ടൊക്കെ മാക്സിക്കൊക്കെ ചെയ്ത് കൊടുത്തില്ലേ എന്ന് പറഞ്ഞ കണക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ എംബ്രോയ്ഡറിക്ക് ഡിസ്റ്റർബ് ആകുന്നത് കൊണ്ടാണ് ഈ സൈഡിൽ അതിൻ്റെ വൃത്തികേട്
വൃത്തികേടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ സൈഡിൽ കൂടെ ചെയ്തെടുത്തിരിക്കുന്നത്. ഫൈനലി നമ്മുടെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കണ്ടോ, ഇതിൻ്റെ എംബ്രോയ്ഡറി നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേനും ഒരു സാധാ എലഗൻ്റ് ലുക്കിൽ ഒരു നോർമൽ ടോപ്പ് പോലെ തോന്നുകയും ചെയ്യും. ഫീഡിങ് ടോപ്പായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഒരു നല്ല ഡിസൈൻ എന്ന് പറയുന്നത് കാണാൻ ഭംഗി മാത്രം ഉണ്ടായാൽ പോരാ, അത് ഉപയോഗിക്കാൻ സൗകര്യം കൂടെ ഉള്ളതായിരിക്കണം. ഈ ഡ്രസ്സിൽ ഞാൻ ആ 2 സൗകര്യങ്ങളും കൂടെ ഒന്നിച്ച് കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കിയെന്ന് ഞാൻ കരുതുന്നു. എംബ്രോയ്ഡറി ഒട്ടും കളയാതെ നമുക്ക് സിമ്പിളായിട്ട് ഒരു ഫീഡിങ് ടോപ്പ് എങ്ങനെ ചെയ്തെടുക്കാമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. മെറ്റീരിയൽ നമ്മളോട് പറയുന്ന ഡിസൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു ടൈലറിൻ്റെ ക്രിയേറ്റിവിറ്റി പുറത്ത് കാണിക്കുന്നത്. നിങ്ങൾക്കിതുപോലെ പ്രാക്ടിക്കൽ ഡിസൈൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഫീഡിങ് ടോപ്പ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അടുത്തതായി നിങ്ങൾക്ക് ഏത് തരം ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഈ ഡ്രസ്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കൂടാതെ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തും ചെയ്തേക്കണേ. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. കൂടാതെ അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയേക്കണേ.